3 നേരവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ രോഗി. അപ്പൊ 4 നേരം കഴിച്ചാലോ? ദ്രോഹി. ആരാ ദ്രോഹിക്ക്? സ്വന്തം ശരീരത്തെയും ഭക്ഷണമില്ലാത്ത ജനകോടികളെയും ദ്രോഹിക്കണം. അവരുടെ ഭക്ഷണമെല്ലാം എടുത്ത് കമിഴ്ത്തണത്. അപ്പോഴാണ് മലയാളി കാലത്തെ ബാഡ് കോഫി, 8 മണിക്ക് ഒരു തീറ്റ, പിന്നെ 11 മണിക്ക് ചായയും വടയും, 1 മണിക്കൊരു തീറ്റ, 4 മണിക്ക് ചായയും ഒരു സമൂസയും അല്ലെങ്കിൽ ഒരു പഴംപൊരിയും, പിന്നെ 6 മണിക്ക് കൂട്ടുകാരും ഒത്തൊരു മസാല ദോശ, പിന്നെ 8 മണിക്ക് വീട്ടിൽ വന്നൊരു താഴെ പട്ടിണി കിടക്കാൻ പാടില്ലേ, 8 മണിക്കൊരു തീറ്റ, പിന്നെ 10 മണിക്ക് കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് പാല്. ഇതാണ് മലയാളിയുടെ, ഒരുവിധമുള്ള മലയാളികളുടെ ഇന്നത്തെ ആഹാര ക്രമം. ഒരു നേരം എങ്ങാനും ആഹാരം മുടങ്ങിപ്പോയാൽ ചത്തുപോകുമെന്നാണ് മലയാളിയുടെ പേടി. ആഹാരം മുടങ്ങാൻ പാടില്ല. അയ്യോ, ആ നേരത്തെ കഴിച്ചോളണം, ഇല്ലെങ്കിൽ ദഹനരസങ്ങളെ ബസ് കാത്ത് കിടക്കണ പോലെ ദഹനരസങ്ങൾ ഇങ്ങനെ ഭക്ഷണം കാത്ത് കിടന്ന് ഭക്ഷണം വരാത്തതുകൊണ്ട് കുടലിൽ തുളഞ്ഞു പോകുമെന്നാണ് നല്ലൊരു ശതമാനം മലയാളിയുടെയും വിചാരം. ആഹാരം കഴിക്കേണ്ട നേരത്തെ ആഹാരം കഴിച്ചില്ല എങ്കിൽ ദഹനരസങ്ങൾ കിടന്ന് ആമാശയം തുളഞ്ഞ് അൾസർ പിടിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ വഴിവക്കിലെ യാചകരുടെ വയറ് തുളഞ്ഞു പോകണ്ടേ? ഹിമാലയത്തിലെ ഗുഹയിൽ കയറി തപസിരിക്കുന്ന താപസന്മാരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഭക്ഷണത്തെക്കുറിച്ചുള്ള വിചാരമൊന്നുമില്ല. ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്, ഇവർ എപ്പോഴാണ് എണീറ്റ് ഭക്ഷണത്തിന് പോകണേ? നോക്കൊന്നുമില്ല. ആ സന്യാസിമാരുടെ വയറ് അരിപ്പ പോലെ ഇരിക്കണ്ടേ? തുളഞ്ഞ് അങ്ങനെയൊന്നുമില്ല. ഇത് മാത്രമല്ല, അല്പഭക്ഷണക്കാരായ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടി കിടക്കുന്നവരാണ് സമ്പന്നരെക്കാൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. ദരിദ്രർക്ക് രോഗദാരിദ്ര്യം, രോഗത്തിലും ദരിദ്രരാണ്. അവർക്കൊന്നുമില്ല, രോഗവും ഇല്ല. സമ്പന്നര് രോഗത്താൽ സമ്പന്നരാണ്. എന്തൊക്കെയാണ് ഉള്ളവനാണ്? അവനുള്ളവനാണ്. എന്താ ഉള്ളത്? PhD ഉണ്ട്. PhD ഉണ്ട്. അതിന് അയാൾ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. എന്നാലും PhD ഉണ്ട്. പ്രഷർ, ഹാർട്ട്, ഡയബറ്റീസ്, ഇതാണ് മോഡേൺ PhD ഒക്കെ ഉണ്ട്. ഉള്ളവനാണ്. പണ്ട് 40 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ നാട്ടിൻപുറത്തെ ഒരു ചായക്കടയിൽ ഒരാൾ കയറിയിട്ട് ഒരു വിത്തൗട്ട് ചായ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരൊക്കെ ഇവനെ നോക്കും, ആരാധനയോടെ നോക്കും. എന്താ കാര്യം? അവനുള്ളവനാണ്. എന്തുള്ളവൻ? ഷുഗർ ഉള്ളവൻ. ഷുഗർ, പ്രഷറൊക്കെ, ഹാർട്ട് സമ്പന്നരുടെ രോഗമാണ്. 40 വയസ്സ് കഴിഞ്ഞ സമ്പന്നരായ പുരുഷന്മാരുടെ രോഗമാണെന്നാണ് അക്കാലഘട്ടങ്ങളിൽ ഡോക്ടർമാർ പിൻപറ്റിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവൻ ഉള്ള കുടുംബത്തിലെ ഉള്ളവനാണ്, അവന് ഷുഗർ ഉണ്ട്, ലേശം BP ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു അന്തസ്സായിട്ടാണ് മലയാളി ആദ്യകാലങ്ങളിൽ. ലേശം ഷുഗർ ഉണ്ട്, അല്പം ഹാർട്ടുണ്ട്, അവൻ്റെ കഷ്ടകാലമാണെന്നുള്ളത്. ഇപ്പൊ സമ്പന്നർ അനേകം വീടുകളെ പ്രകൃതി ആഹാരത്തിലേക്ക്, ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം. സുജീവിത പാചകം. ഡോക്ടർ MC സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ശ്രീലങ്കൻ വിഭവങ്ങൾ, തായ് വിഭവങ്ങൾ, ഓരോരോ രോഗങ്ങളെ മാറ്റുന്ന വിഭവങ്ങൾ. 9496044503 അതിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ വീട്ടിൽ വലിയ മാറ്റം വരുത്താൻ, നിരവധി രോഗങ്ങളെ ഒഴിവാക്കി ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യത്തെ നിലനിർത്താൻ ഈ പുസ്തകം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സമ്പന്നർ രോഗത്തിൽ സമ്പന്നരാണ്, ദരിദ്രർ രോഗത്തിൽ ദരിദ്രരുമാണ്. എന്ന് വെച്ച് ദരിദ്രരാകണമെന്നല്ല, രോഗസമ്പന്നരാകണമെന്നുമല്ല, മിതമാവണം. ആഹാരം മിതമാവണം. പ്രവാചകന്റെ സംഘത്തിന്
ആരോഗ്യകാര്യങ്ങൾ നോക്കാൻ വേണ്ടി 4 വൈദ്യന്മാരെ ഈജിപ്തിൽ നിന്ന് അയച്ചു കൊടുത്തു. അവർ പ്രവാചക സംഘത്തോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. 4 കൊല്ലം നടന്നിട്ട് ചെരുപ്പ് തേഞ്ഞതല്ലാതെ പ്രവാചകനെയോ സംഘാംഗങ്ങളെയോ ഒന്ന് തൊടാനുള്ള ഭാഗ്യം വൈദ്യന്മാർക്ക് കിട്ടിയില്ല. പ്രവാചക സംഘത്തെ തൊടാനുള്ള ഭാഗ്യം വൈദ്യന്മാർക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാ? പ്രവാചകനും സംഘത്തിനും രോഗം വന്നില്ല. രോഗം വരുന്നില്ല എങ്കിൽ വൈദ്യന്മാരുടെ ദൗർഭാഗ്യം അല്ലേ? പ്രവാചക സംഘത്തിന് രോഗം കൂടുതലായി വരികയായിരുന്നെങ്കിൽ വൈദ്യന്മാർക്ക് സന്തോഷമാകുമായിരുന്നു. പ്രവാചകനും സംഘം വരുന്ന രോഗം മാറാതെ തുടരുകയാണെങ്കിൽ വൈദ്യന്മാരുടെ സന്തോഷവും മാറാതെ തുടരുമായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ എല്ലാം സന്തോഷം അല്ലേ? എന്തൊരു സന്തോഷത്തിലാണ് അവര്. ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറുടെ സന്തോഷം തീരണുണ്ടോ? വന്നവരൊക്കെ ദിവസവും വന്നുണ്ട്. ആഴ്ചയിലൊരിക്കൽ വരും, മാസത്തിലൊരിക്കൽ വരും. കയറി ICUവിൽ കിടക്കും, വെന്റിലേറ്റർ കയറ്റിയിടും. എവിടെയൊക്കെ ദ്വാരം ഉണ്ടോ അവിടെ കൂടിയൊക്കെ ഓരോ കുഴൽ കയറ്റും. ഓരോ കുഴലിനും 25,000 വെച്ച് മേടിക്കുകയും ചെയ്യും. ശ്വാസം എടുക്കാൻ ഒരു കുഴൽ, ശ്വാസം വിടാൻ അപ്പുറത്തൊരു കുഴൽ, ആഹാരം കൊടുക്കാൻ വേറൊരു കുഴൽ. ചിലപ്പോൾ കഴുത്ത് മുറിച്ചിട്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കഴുത്ത് തുളച്ച് കുഴലിട്ടിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തന്ന് നിങ്ങളങ്ങനെ ഇരുത്തണോ? എന്നായാലും മരിക്കണം. 10 ദിവസം മുമ്പ് അങ്ങ് ചത്തുപോയെന്ന് കരുതി ഭൂമിയിൽ വല്ല കുഴപ്പവും വരുമോ? നമ്മൾ 10 ദിവസം മുമ്പ് ചത്തുപോയി, ഇല്ല ചത്തുപോയില്ല എന്ന് വെക്കുക, 10 ദിവസം കൂടെ ജീവിച്ചു എന്ന് വെക്കുക. എന്നിട്ട് എന്നാ കാര്യത്തിനാ കഴുത്തിൽ കുളന്ന് തുളച്ച്? ആ തുളക്കലൊക്കെ ഉണ്ടല്ലോ, അത് ഓക്സിജൻ പിടിപ്പിച്ച് ഇങ്ങനെ കിടക്കണോ? എത്ര പേർക്ക് വേണം ഈ സൗഭാഗ്യം? ശാസ്ത്രത്തിൻ്റെ ഈ നേട്ടം ശാസ്ത്രീയ നേട്ടമാണ്, ഭയങ്കര നേട്ടങ്ങളാണ്. ഹാർട്ടിൻ്റെ പൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി വെച്ചിട്ട് നിങ്ങൾക്കൊരു പേസ് മേക്കർ വെച്ച് തന്നിട്ട് കൂട്ടിത്തരും. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മണ്ടം ബ്രെഡും മുട്ടയും പാലും കൂടെ കലക്കി ഒഴിച്ച് നേരെ വയറ്റിലെത്തിച്ചു തരും. കഫം കൂടിക്കഴിഞ്ഞാൽ അതെടുക്കാനായിട്ട് വേറെ മെഷീൻ കൊണ്ടുവന്ന് വെച്ച് തരും. മൂത്രം കളയാനായിട്ട് കത്തീറ്റർ കയറ്റി കട്ടിലിൻ്റെ കാലിൽ തഞ്ച് തൂക്കിയിടും. അപ്പി കളയാൻ കമത്തി കിടത്തിയിട്ട് വാക്കം കൊണ്ട് വലിച്ചെടുത്ത് തരും. എന്തൊരു സുഖമല്ലേ! ഒന്നിനും ബുദ്ധിമുട്ടണ്ട. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടണ്ട, തിന്നാൻ ബുദ്ധിമുട്ടണ്ട, മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ പോയി ബുദ്ധിമുട്ടണ്ട, അപ്പിയിടാൻ പോയി ബുദ്ധിമുട്ടണ്ട, പിന്നെ കഴുകണ്ട. എന്തെല്ലാം സുഖമാണ്! എന്തൊരു സുഖമാണ് നമുക്ക് ആശുപത്രികൾ തന്നുകൊണ്ടിരിക്കുന്നത്. വേണോ ആ സുഖം? എത്ര പേർക്ക് ശാസ്ത്രത്തിൻ്റെ ഉന്നതമായ നേട്ടങ്ങൾ ആഗ്രഹമുണ്ട്? കരൾ മാറ്റിത്തരും, വൃക്ക മാറ്റിത്തരും, ഹൃദയം മാറ്റിത്തരും, തല മാറ്റിത്തരും, വേണമെങ്കിൽ ആളെയും മാറ്റിത്തരും. പരലോകത്തെ കാണുന്നേ ഉള്ളൂ. ഈ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? വേണോ? അയ്യോ, വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണം എന്നാണ്. ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട, എന്നെ ഒഴിവാക്കി വെക്ക്. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന? അങ്ങനെയല്ല, എനിക്ക് മാസത്തിലൊരു 5 ദിവസമെങ്കിലും ICUവിൽ കയറി ഒന്ന് കിടക്കണം, അതിൻ്റെ ഒരു സുഖം. വെന്റിലേറ്ററിൽ കയറി ശ്വാസം പോലും എടുക്കാണ്ട് സുഖമായിട്ട് വായു ഇങ്ങനെ കയറി പോകുന്ന മെഷീനൊക്കെ വെച്ച് കിടന്നാൽ എന്തൊരു സുഖം! പരമസുഖമല്ലേ? ബുദ്ധിപസേന ഭക്ഷണം കഴിക്കുന്ന ഒരു ശരീരം ഇതിലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടണ്ട. അതുകൊണ്ട് ലോകമൊട്ടാകെ ഇന്ന് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിലേക്ക് വരികയാണ്. എന്താണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്? 16 മണിക്കൂർ ഭക്ഷണമില്ലാതെ വരണം. 8 മണിക്കൂറിനുള്ളിൽ 2 നേരത്തെ ഭക്ഷണം. അപ്പോൾ ഒരു ഭക്ഷണം കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണമായിട്ടുള്ള വിൻഡോ പീരീഡ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ 16 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസമുള്ളൂ ഭക്ഷണം. ഇത് നൂറ്റാണ്ടുകളായി ഭാരതീയർ ചെയ്തിരുന്ന രീതിയാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെല്ലാം കർഷകർ കാലത്തെ എഴുന്നേറ്റ് പണിക്കിറങ്ങും. വെയിലിന് ചൂട് കൂടും. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അവരിറങ്ങി കയറി വന്ന് കൈയും കാലും കഴുകി
റൊട്ടിയും ഡാലും അല്പം ചാവലും കൂടെ കഴിക്കും. സബ്ജി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിടന്നുറങ്ങും. ആ നട്ടുച്ചയ്ക്ക് കിടന്നുറങ്ങും, വിശ്രമിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞൊരു വൈകിട്ട് ഒരു 3 മണി 4 മണിയാകുമ്പോൾ വീണ്ടും പാടത്തേക്ക് ഇറങ്ങും, പണിയെടുക്കും. അന്തിയാകുമ്പോൾ ഒരു 6-6:30 മണിയാകുമ്പോൾ കൈയും കാലും കഴുകി വീണ്ടും റൊട്ടിയും ഡാലും പരിപ്പും കൂടെ കഴിയും. 2 നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. ഇറച്ചിയില്ല, മുട്ടയില്ല, പാലും ഇല്ല. അവർക്കൊന്നും പാലൊന്നും അങ്ങനെയൊന്നുമില്ല.